KRLCC രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. കോഴിക്കോട് സെന്റ് സേവിയർ കോളേജ് അങ്കണത്തിൽ മെയ് 17 ഞായറാഴ്ച KRLCC പ്രസിഡന്റ് അഭിമന്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ KRLCC പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കൊല്ലം രൂപതാ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആമുഖ സന്ദേശം നൽകി. തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ രജത ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡി സെൽവരാജൻ ലത്തീൻ കത്തോലിക്കർ സാമൂഹിക സാമ്പത്തിക പഠനം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ലത്തീൻ കത്തോലിക്ക സമുദായത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന 2 ക്ലാസുകളും ക്രമീകരിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് KRLCCയുടെ 25 മഹിത വർഷം ഏകോപനം, പങ്കാളിത്തം, ശാക്തീകരണം എന്നീ വിഷയത്തിൽ KRLCC മുൻ ജനറൽ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് സേവിയർ താന്നിക്കപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കോഴിക്കോട് അതിരൂപത പ്രതിനിധി ജോയി TF മോഡറേറ്ററായിരുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടന്ന രണ്ടാമത്തെ ക്ലാസ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് കൈകാര്യം ചെയ്തു. ലത്തീൻ കത്തോലിക്കർ, യാഥാർത്ഥ്യങ്ങൾ, വെല്ലുവിളികൾ, ഭാവി പദ്ധതികൾ എന്നതായിരുന്നു വിഷയം. KRLCC ട്രഷറർ ബിജു ജോസി മോഡറേറ്ററായിരുന്നു. രാവിലെ 11 മണിക്ക് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രാപ്പോലിത്തയും KRLCC പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനായി. തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ വചന സന്ദേശം നൽകി. വിവിധ രൂപതകളിൽ നിന്നുള്ള അഭിവന്ദ്യ പിതാക്കന്മാർ സഹകാർമ്മികരായി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന സമാപന പൊതുസമ്മേളനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് ലത്തീൻ സമുദായത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകണമെന്നത് ന്യായമായ ആവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിൽ KRLCC ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജിജു ജോർജ് അറക്കിത്തറ ആമുഖ പ്രഭാഷണവും ആലപ്പുഴ രൂപതാ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് സാനാപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കൂടാതെ KRLCC വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ജൂഡി വർഗീസ്, മോൺസിനൂർ ജെൻസൺ പുത്തൻപേട്ടിൽ, അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്, ബെന്നി പാപ്പച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രകാശന കർമ്മങ്ങളും നടന്നു. നവീകരിച്ച വിശ്വാസ പരിശീലന പുസ്തകത്തിന്റെ പ്രകാശനം ബിഷപ്പ് ജസ്റ്റിൻ മടത്തിപ്പറമ്പിലും, വിശ്വാസ പരിശീലന അധ്യാപക സഹായിയുടെ പ്രകാശനം ബിഷപ്പ് ആന്റണി വാലിങ്കലും നിർവഹിച്ചു. തുടർന്ന് KLCA ജൂബിലി പതിപ്പിന്റെ പ്രകാശനം POC ഡയറക്ടർ ഫാദർ തോമസ് തറയിലും, BCC പ്രതിമാസ ബുള്ളറ്റിന്റെ പ്രകാശനം ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും നിർവഹിച്ചു. തുടർന്ന് നടന്ന KCYM നേതൃത്വം നൽകുന്ന രക്തദാതാക്കളുടെ ശൃംഖലയായ ബ്ലസ് പദ്ധതിയുടെ ഉദ്ഘാടനം ബിഷപ്പ് ഡെന്നിസ് കുറുപ്പശ്ശേരിയും, KRLCC മീഡിയയുടെ ഔദ്യോഗികമായ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും നിർവഹിച്ചു. രജത ജൂബിലി ഉദ്ഘാടനത്തിന് 12 രൂപതകളിൽ നിന്നുള്ള അൽമായ പ്രതിനിധികളും നിരവധി വൈദികരും സന്യസ്തരും പങ്കെടുത്തു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ ശാക്തീകരണത്തിനും സഭാ സമൂഹത്തിന്റെ നവീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന KRLCCയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ 2027 മെയ് 23 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് KRLCC ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജിജു ജോർജ് അറക്കിത്തറ പറഞ്ഞു.